കൊല്ലം പുനലൂരിൽ സുഹൃത്തിന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാൻ രക്തം ദാനം ചെയ്ത യുവാവിന് ദാരുണാന്ത്യം. രക്തം ദാനം ചെയ്തതിന് പിന്നാലെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്നാണ് യുവാവ് മരിച്ചത്. കൊല്ലം പുനലൂരിലെ താലൂക്ക് ആശുപത്രിയിലാണ് ദാരുണമായ ഈ സംഭവം നടന്നത്. പുനലൂർ മണിയാർ പരവട്ടം മഹേഷ് ഭവനിൽ പരേതനായ മനോഹരൻ ശ്യാമള ദമ്പതികളുടെ മകൻ 36-കാരനായ മഹേഷാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ഈ സംഭവം നടക്കുന്നത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൽ ചികിത്സയിലുള്ള സുഹൃത്തിന്റെ പിതാവിന് രക്തം നൽകാനായിരുന്നു മഹേഷ് ആശുപത്രിയിൽ എത്തിയത്. രക്തം ശേഖരിക്കുന്നതിന് മുൻപ് പതിവ് നടപടികളുടെ ഭാഗമായി യുവാവിന്റെ രക്തസമ്മർദ്ദം, പൾസ് എന്നിവയടക്കം ആശുപത്രി അധികൃതർ പരിശോധിച്ചു. അസാധാരണമായി ഒന്നും കണ്ടെത്താത്തതിനെ തുടർന്ന് രക്തം ശേഖരിച്ചു. പിന്നാലെ യുവാവ് പുറത്തേക്കിറങ്ങി ശീതളപാനീയം കുടിച്ചു. തൊട്ടടുത്ത നിമിഷം ഇദ്ദേഹത്തിന് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. തുടർന്ന് ഡോക്ടറെ കാണിക്കുകയും ചെയ്തു. ഗ്യാസ് ട്രബിൾ ആയിരിക്കുമെന്നാണ് ആദ്യം കരുതിയത്. എന്നാൽ ECG എടുത്തപ്പോൾ നേരിയ വ്യത്യാസം ശ്രദ്ധയിൽപ്പെടുകയും മഹേഷിനെ ഉടൻ തന്നെ ICUവിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. മഹേഷിന്റെ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാർ പരമാവധി പരിശ്രമങ്ങൾ നടത്തി. അപകടനില തരണം ചെയ്താൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങളും ആശുപത്രിയിൽ സജ്ജീകരിച്ചിരുന്നു. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം മഹേഷിന്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. നിർമ്മാണ തൊഴിലാളിയായിരുന്നു മരിച്ച മഹേഷ്. സുജിതയാണ് മഹേഷിന്റെ ഭാര്യ. അഭിനവ്, അർപ്പിത, ഐശ്വര്യ എന്നീ 3 മക്കളാണ് മഹേഷിനുള്ളത്. ഇന്ന് ഉച്ചയോടെ മഹേഷിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കും.